എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കഷ്ണം മീൻ പൊരിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വാളമീൻ എന്ന് പറയും, നെയ്വാള എന്നൊക്കെ പറയുക. നിങ്ങളെവിടെയൊക്കെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല. എന്തായാലും ഈ കഷ്ണം മീൻ പൊരിക്കാൻ വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 മുറി നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 10ഓളം വെള്ളുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളകും ചേർത്ത് നമ്മൾക്ക് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. കുരുമുളക് ഞാൻ പൊടിയാണ് ചേർത്തിരിക്കുന്നത്, തരിതരിപ്പായ പൊടി. കാരണം നമ്മൾക്ക് അതിലെ ആ വെള്ളുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയാണ് തരിതരിപ്പായിട്ട് കിട്ടേണ്ടത്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 സ്പൂണ് മൈദ, ഒരു 1/2 സ്പൂണ് അരിപ്പൊടി. മൈദയാണ് ഇവിടെ അല്പം കൂടുതൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അല്പം ക്രഷ് ചെയ്ത വറ്റൽമുളകും, ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും. ചെറുനാരങ്ങയുടെ നീര് മസ്റ്റായിട്ട് ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഞാൻ നേരത്തെ എടുത്ത തേങ്ങയുടെ പാലാണിത്. പാല് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം തീരെ ഇതിൽ നമ്മൾക്ക് ചേർക്കണ്ട. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മസാലകൾ നമ്മൾ തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. അതൊന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്പം കൂടി ഞാനിതാ പാല് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത പാല് ഏകദേശം 3/4 ഭാഗം അതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആ മസാലയിലെ പകുതിയോളം നമുക്കൊന്ന് വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. എന്നതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഒന്നായിട്ടിട്ടിട്ട് ഇതുപോലെ പതിയെ ഒന്ന് മസാല കൂട്ടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് അപ്പുറം ഇപ്പുറം തേച്ച് കൊടുത്തിട്ടും ചെയ്യാം. ഇനി ആ മസാല അതിൻ്റെ മേലെ കുറച്ചുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാനത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി മസാല കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ മസാലയൊക്കെ അതിലേക്ക് നല്ലപോലെ ഇറങ്ങി സെറ്റായി നിൽക്കും. ഇത് ഏകദേശം 1 മണിക്കൂർ തന്നെ നമ്മൾക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മളെ മീനൊക്കെ നല്ലപോലെ മസാലയൊക്കെ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതുപോലെ അപ്പുറം ഇപ്പുറം മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ മേലെ മസാല ചേർന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ മസാല വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് സെറ്റായി വരുന്ന സമയത്ത് മാത്രം ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ മസാല ഇളകി പോകും. കാരണം മത്തിയോ അയിലയൊക്കെയാണ് പൊരിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. കഷ്ണം മീനിന് നമുക്ക് അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഇതേമാതിരി മസാലയിലൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനത് ഓരോന്നായിട്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെ ഭാഗത്തും ശരിക്കും ആ മസാല ചേർന്ന് നിൽക്കുന്നുണ്ട്. മറ്റ് വശം കൂടി പോലെ ഒന്ന് മൊരിയട്ടെ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ല അല്ലേ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ ഇതുപോലെ മസാല കൂട്ടി പൊരിച്ചാൽ. നമ്മൾ ഒന്നുകൂടി അത് തിരിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുക. ഇതിന് മുൻപ് ഞാൻ മീൻ പൊരിച്ചതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി നമ്മളതാ വേവാത്ത മീനൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ അടിപൊളി മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഷ്ണം മീൻ ഇതുപോലെ പൊരിക്കാത്തവർ എന്തായാലും മസാല ചേർത്ത് പൊരിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ ഒരു സാമ്പാറുണ്ട്, കൂടെ തന്നെ ഈ ഒരു മീൻ കഷ്ണമുണ്ട്. മീൻ കഷ്ണം ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ച്
മസാല ചേർത്ത് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.